നമസ്കാരം. അണ്ടർ 19 വനിതാ 2020 ലോകകപ്പിൽ വീണ്ടും മുത്തമിട്ട് ഇന്ത്യൻ ടീം. ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ കീഴടക്കിയാണ് ഇന്ത്യ കപ്പ് ഉയർത്തിയത്. കളിയുടെ സർവ്വ മേഖലകളിലും ആധിപത്യം പുലർത്തിയ ഇന്ത്യൻ വനിതകൾക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്കൻ ടീം നിഷ്പ്രഭരായി. 9 വിക്കറ്റിനാണ് ഇന്ത്യ വിജയം കരസ്ഥമാക്കിയത്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 83 റൺസ് വിജയലക്ഷ്യം 11.2 ഓവറിൽ 1 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ മറികടന്നത്. മലയാളി താരവും പേസ് ബൗളറുമായ VJ ജോഷിത ടൂർണമെന്റിലുടനീളം മിന്നും പ്രകടനമാണ് കാഴ്ചവെച്ചത്. 6 വിക്കറ്റ് നേടിയ വയനാട്ടുകാരി ടൂർണമെന്റിലെ ആദ്യ കളിയിലെ വിൻഡീസിനെതിരെ 5 റൺസിന് 2 വിക്കറ്റ് വീഴ്ത്തി കളിയിലെ താരമാവുകയും ചെയ്തിരുന്നു. മകൾ ജോഷിതയുൾപ്പെടെ ഇന്ത്യൻ ടീം ലോക കിരീടം ഉയർത്തുമ്പോൾ കൽപ്പറ്റയിലെ ഹോട്ടലിൽ ജോലി ചെയ്യുകയായിരുന്നു അച്ഛൻ ജോഷി. പണിത്തിരക്കിന്റെ ഇടവേളകളിൽ മകളുടെ കിരീട നേട്ടം കണ്ടത് മൊബൈൽ ഫോണിലാണ്. ഈ സമയം ഗ്രാമത്തുവയലിലെ കൊച്ചു വാടക വീട്ടിൽ അമ്മ ശ്രീജയും സഹോദരി ജോഷ്നയും ലോകകപ്പ് നേട്ടത്തിന്റെ ആഹ്ലാദത്തിലായിരുന്നു. കഷ്ടപ്പാടുകൾക്ക് നടുവിലും ജോഷിതയുടെ സ്വപ്നത്തിന് നിറം പകർന്നത് മാതാപിതാക്കളാണ്. ഹോട്ടൽ തൊഴിലാളിയായ ജോഷിയും ഫാൻസി സ്റ്റോറിലെ ജോലി നോക്കുന്ന ശ്രീജയും മകളുടെ ക്രിക്കറ്റ് പരിശീലനം മുടക്കിയിരുന്നില്ല. ചെറുപ്രായത്തിൽ തന്നെ ക്രിക്കറ്റ് പരിശീലനത്തിന് തുടക്കമിട്ട ജോഷിത കഴിഞ്ഞ 7 വർഷമായി കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അക്കാദമിയിലാണ് പരിശീലനം നടത്തുന്നത്. പരിശീലകൻ അമൽ ബാബുവാണ് ജോഷിതയിലെ താരത്തെ ആദ്യമായി കണ്ടെത്തിയത്. തുടർന്ന് KCA പരിശീലകരായ T ദീപ്തിയുടെയും ജസ്റ്റിൻ ഫെർണാണ്ടസിന്റെയും പരിശീലനം കൂടിയായതോടെ മികച്ച താരമായി വളർന്നു. ബത്തേരി സെന്റ് മേരീസ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിനിയാണ് ജോഷിത ഇപ്പോൾ. രാജ്യത്തിനായി ജേഴ്സി അണിഞ്ഞ് 2 മാസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് ഏഷ്യ കപ്പും 2020 ലോകകപ്പും നേടിയ ടീമുകളിൽ ജോഷിത അംഗമാവുന്നത്. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ താരമാണ്. 10 ലക്ഷം രൂപയ്ക്കാണ് ബാംഗ്ലൂരു ജോഷിതയെ ടീമിലെത്തിച്ചത്. കഴിഞ്ഞ ദിവസത്തെ ടീമിന്റെ മൊത്തം കളിയൊന്നെടുത്ത് പരിശോധിക്കാം. ടോസ് നേടിയ ദക്ഷിണാഫ്രിക്കൻ ക്യാപ്റ്റൻ കൈല റെയ്നക ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. പക്ഷേ ഈ തീരുമാനം തെറ്റായി പോയെന്ന് തുടക്കത്തിൽ തന്നെ അവർക്ക് ബോധ്യമായി കാണണം. 18 പന്തിൽ 23 റൺസ് എടുത്ത മൈക്ക് വാൻ വൂസ്റ്റാണ് ദക്ഷിണാഫ്രിക്കയുടെ ടോപ്പ് സ്കോറർ. 2ാം ഓവറിലെ അവസാന പന്തിൽ ദക്ഷിണാഫ്രിക്കൻ ഓപ്പണർ സിമോൻ ലോറൻസിനെ 0-ന് പുറത്താക്കി പരുണിക സിസോദിയാണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 14 പന്തിൽ 16 റൺസ് എടുത്ത ജെമ ബെത്തയെ ഷബ്നം സക്കിൻ വിക്കറ്റ് കീപ്പർ കമാലിനിയുടെ കൈകളിലെത്തിച്ചു. പിന്നാലെ എത്തിയ ഡയറ രംഗൻ 3 റൺസും ക്യാപ്റ്റൻ കൈല 7 റൺസും എടുത്ത് അതിവേഗം മടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക സമ്മർദ്ദത്തിലായി. പവർ പ്ലേ ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 29 റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്ക അടിച്ചെടുത്തത്. മൈക്ക് വാൻ വൂസ്റ്റും ഫേ കൗലിങ്ങും 20 പന്തിൽ 15 റൺസോടെ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിരോധം അധികം നീണ്ടില്ല. മൈക്കിനെ തൃഷയും ഫേ കൗലിങ്ങിനെ വൈഷ്ണവി ശർമ്മയും വീഴ്ത്തി. ശശിനി നായിഡു, ആഷ്ലി വാൻവിക്, മൊണാലിസ ലെഗോഡി എന്നിവർ റൺസ് ഒന്നും എടുക്കാതെ മടങ്ങിയതോടെ ദക്ഷിണാഫ്രിക്ക 20 ഓവറിൽ 82 ഒതുങ്ങി. ഓൾറൗണ്ടർ തൃഷ 4 ഓവറിൽ 15 റൺസ് വാങ്ങി 3 വിക്കറ്റുകൾ വീഴ്ത്തി. പരുണിക സിസോദിയ, ആയിഷി ശുക്ല, വൈഷ്ണവി ശർമ്മ എന്നിവർ 2 വിക്കറ്റുകൾ വീതവും സ്വന്തമാക്കി. 2 ഓവറിൽ പന്തെറിഞ്ഞ മലയാളി താരം VJ ജോഷിത 17 റൺസ് വഴങ്ങിയെങ്കിലും വിക്കറ്റുകളൊന്നും ലഭിച്ചില്ല.